ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ മൂന്നാമത്തെ വ്ളോഗൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മന്തി വ്ളോഗാണ്. സംഭവം ചെറിയ ഷോർട്ട് വ്ളോഗൊക്കെ തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷ്വൽസ് കണ്ടോക്കാം. ഓക്കെ, ഒരുത്ത മന്തി കഴിക്കൂല എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഹണി ഓർഡർ ചെയ്ത്. അത് ഞങ്ങളോട് വെച്ച് എനിക്കൊരു ലെയിം പറഞ്ഞു, ഇവിടെ ഒന്നും കിട്ടില്ല പറഞ്ഞു. എന്നാ അതിന് പകരം ഒരു അണി എന്നാളെ സുഹൃത്തുക്കൾ, നമ്മള് മന്തി കഴിക്കാതില്ലല്ലോ നമ്മളല്ലേ, എല്ലാവരും ഇങ്ങനെ കൂടാതില്ലാണല്ലേ. നമ്മള് ആക്ച്വലി വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ്, പ്രാക്ടീസും വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേനു. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും മൂടായി മന്തി കഴിക്കാൻ വന്നാണ്. അതാണ് സംഭവം. അതിൽ ഒരുത്തം പറഞ്ഞു എനിക്ക് പെരയിൽ ഫുഡ് ഉണ്ട്, മന്തി ഒന്നും വേണ്ട, വെള്ളം മതി, ഡയറ്റാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഹണിയായി, അതായി, ഇതായി. ഇത് നമ്മളെ വീഡിയോഗ്രാഫറാണ്. വീഡിയോഗ്രാഫറെ പരിചയപ്പെട്ട എന്താണ്? സഫ്വാനാണ്. സഫ്വാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇവനെ കണ്ട അങ്ങനെ പറയോ? ഇപ്പൊ കണ്ട ഒരു അങ്ങനെയൊക്കെ പറഞ്ഞാണ്. വേറെ നമ്മൾ പുതിയ ഗസ്റ്റ് ഉണ്ട്, വേങ്ങര എന്നൊരു ഗസ്റ്റ് ഉണ്ട് നമുക്ക്. ഡാനിഷിന്റെ ഫ്രണ്ടാണ്. നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? വന്നിട്ട് കാര്യമായിട്ട് ഇടുവോന്നൊക്കെ ഞാൻ പിന്നെ യൂട്യൂബിൽ കാണാറുണ്ട്. ഇതാണ് നമ്മളെ വേങ്ങരയുള്ള ഫ്രണ്ടിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നമ്മള് ഫുഡ് ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. ഡാനിഷ് പഠിക്കാൻ വേണ്ടിയിട്ട് കമ്പനി സ്റ്റഡിക്ക് ചെക്കന്മാരിറക്കിക്കണോ. അതാണ് ബിലാല്. ഡാനിഷും പഠിക്കാൻ വന്നതാണ്. നമ്മൾ പഠിത്തത്തിൻ്റെ ഇടയിൽ ഓൻ പറഞ്ഞു ഞാൻ ഇല്ല, മന്തി കഴിക്കാനൊന്നുമില്ല, എനിക്ക് പഠിക്കണം, കമ്പനിക്കാരൊക്കെ വന്നിക്കണു, എക്സാം മൂടാണെന്നൊക്കെ പറഞ്ഞു. എല്ലാം പറഞ്ഞു എടാ മന്തി വെച്ചിട്ടുള്ള പഠിത്തമൊക്കെ മതി പറഞ്ഞപ്പോ മൂടായി വന്നേക്കാണ്. ഞാൻ മന്തി കഴിക്കാല്ല, എനിക്ക് ഉമ്മ ചോറുണ്ടാക്കിയാണ് കാര്യമില്ല. ചിലവര് പറഞ്ഞു ആദ്യം പറഞ്ഞേ എനിക്കൊരു ലൈം മതി. അപ്പൊ ജ്യൂസ് സെക്ഷൻ ഓപ്പൺ ആയിട്ടില്ല ഈഗോ ഏട്ടായാലോ. ഈഗോ ഏട്ടായി. ഹായ്, നമ്മളെ ആക്രാന്ന് കണ്ടിട്ട് ഇപ്പൊ വരിട്ടാന്നൊക്കെ. നമ്മളെ പഴയ വ്ളോഗ് എല്ലാവരും കാണും കേട്ടോ. ഗായ്സ് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ പഴയ വ്ളോഗൊക്കെ കണ്ടുവരാം. നമ്മുടെ രണ്ടാമത്തെ വ്ളോഗ് അത്യാവശ്യം ലെങ്തി കയറാം. സ്റ്റോറി ഉണ്ട്, സ്റ്റോറി ഉണ്ട്. ഗായ്സ് നമ്മുടെ രണ്ടാമത്തെ വ്ളോഗ് നമ്മൾ ചെയ്തു വന്നപ്പോൾ അത്യാവശ്യം ലെങ്തായി പോയി, എല്ലാവരും ക്ഷമിക്കാം. നമുക്ക് അതിന് വെട്ടി കുറക്കാൻ മാത്രമൊന്നുമില്ല. എല്ലാവരും കാണാം, മസ്റ്റായിട്ട് കാണാം. ലാസ്റ്റ് ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കണം. എല്ലാവരും രണ്ടാമത്തെ വ്ളോഗ് എന്തായാലും മസ്റ്റായിട്ട് കാണാത്തവർ. പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, അതാണ് എനിക്ക് മസ്റ്റായിട്ട് പറയുന്നത്. ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് മന്തി വന്നിട്ട് കാണാം. മയോണീസിലും കല. സബ്സ്ക്രൈബ് ഗൈസ്. ഞം 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 ഞം. എന്താണ് കോമ്പോ? എന്താണ് ഞാൻ ഷെബീർ കോപ്പിറൈറ്റ് വരും, കോപ്പിറൈറ്റ് വരും. എന്ത് ചെയ്തണേ? അതിന്റെ പ്രശ്നം പാട്ടൊന്നും വേണ്ട. ഞങ്ങളുടെ സ്വന്തം വാജിദ്.
അപ്പോൾ ഗൈസ് ഞാൻ വ്ളോഗിൽ പരിചയപ്പെടുത്താൻ പറഞ്ഞ മെയിൻ രണ്ടാൾക്കാരുണ്ട്. വ്ളോഗിൽ ഇതുവരെ വരാത്ത രണ്ടാൾക്കാരാണ്. നമ്മളെ ടീമിലെ മെമ്പറാണ്, നമ്മളെ റബിന്റെ ചോട്ടാ ബ്രദറാണ് റഷ്ദാന്. നമ്മൾ വ്ളോഗിൽ വന്നിട്ടില്ല, പക്ഷെ നമ്മളെ ടീമിലുള്ള ആളാണ്, പരിപാടിക്കൊക്കെ വരലുണ്ട്, മുട്ടിപ്പാട്ടിനും കാര്യങ്ങളൊക്കെ വരുന്ന ആളാണ്, സിംഗറാണ്. മൈസൂർ പഠിക്കണ ആളാണ് ഓനും. അതേപോലെ വേറൊരുത്തനുണ്ട് മൈസൂർ പഠിക്കണ ഫഹീം എന്ന് പറഞ്ഞിട്ട്, ഓനും ഇതുവരെ വ്ളോഗ് കൊണ്ടുവരാൻ പറ്റിയില്ല. അതേപോലെ ഡാനിഷ് ഞാൻ വ്ളോഗിൽ പരിചയപ്പെടുത്താൻ മാറുന്നു, ഞാൻ ഇതിൽ കൊടുന്നൊരു ഓർമ്മയോ. അപ്പോൾ ഇതാണ് ഡാനിഷ് ഡാനി കോഴിക്കോട് രാത്രി പേര് ദാനിഷ്. ചെക്കന്മാരെ കാണിച്ചു കൊടുക്കും. നമ്മളെ ഫാൻസാണ്. ഞാൻ ഡാൻസിനെ പരിചയപ്പെടുത്താൻ മാറുന്നു. ഡാനിഷും റഷ്ദാനൊക്കെ നമ്മുടെ ടീമിലുള്ളതാണ്. ഇതൊക്കെ നമ്മളെ ഫാൻസാണ്. ഡാനി ബാക്കി പറയും. ഡാനി കോഴിക്കോട്ടൊക്കെ ഞങ്ങൾ പോകണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നിങ്ങൾ കാണലുണ്ടാവും. ഡാനിഷിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. ഡാനിഷിനെ നമ്മൾ കോഴിക്കോട് നിന്ന് പോക്കിക്കണോ, എന്തിനാന്നുള്ളവർ എനിക്ക് DM മെസ്സേജ് അയക്കാം. എനിക്കല്ല കേട്ടോ, നിങ്ങള് സദേശിന്റെ ഇതിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഓനെന്തിനാ പോക്കിയത്. അപ്പൊ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ആള് കോഴിക്കോട് എന്താ പഠിക്കണേ? BCCA ACCA പഠിക്കണേ, വലിയ ആളാണ്. തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ സർപ്രൈസ് എന്താ വെച്ചാല്, ഇന്നത്തെ മന്തി ഫുള്ള് സ്പോൺസർ വാജിദാണ്. വാജിദ് മാഷാ അല്ലാഹ് ഡിഗ്രി ഗ്രാജുവേറ്റ് ആയിക്കണോ. അപ്പൊ അതിന്റെ ചെലവായിട്ടാണ് നമുക്ക് ഇന്നത്തെ ഫുൾ മന്തി. എത്ര ആളുണ്ട്? 8 ആൾക്കുള്ള മന്തി വാജിദാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഗ്രാജുവേറ്റഡ് ആയി, ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൂ. അതിനോടൊപ്പം വേറൊരു പഠനം കൂടി ഇല്ലോണ്ട് നമ്മളത് ഫുള്ളായിട്ടില്ല. വാജിദ് എന്ന് പറഞ്ഞാലേ വാജിദിലൊരു മൂല്യരാണ്, ഒരു ഹുദവി. കുറെ ആൾക്കാർക്കുള്ളത് ക്യാമറമാന്റെ ഹോബി എന്താ സാലഡ് കൊണ്ടുവരാൻ പറയും. ബിലാലെ കോഴിക്കോടല്ലേ ജിപ്പനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണലുണ്ടോ? സാധനം എത്തി, നമ്മളെ സാധനം എത്തിയില്ല. പെപ്പറാണ് കരിഞ്ഞീക്കുന്നത്. എങ്ങനെ ക്യാമറമാൻ പറയൂ, മസ്റ്റ് ട്രൈ ആണോ? ആണോ? ഫുഡ് കിട്ടിയാൽ പിന്നെ ആർക്കൊന്നുമില്ല, ഒരേ തട്ട്. നമ്മളെ സാധനം നമ്മളെ സാധനം ചെറിയ പീസ് സ്വന്തമായി ബിലാലിക്ക് തത്ത കൊടുക്കാൻ എടുത്തു. ബിലാൽ ഇത് തത്ത കൊടുക്കാൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഡയറ്റിലായതുകൊണ്ട് കുറച്ച് കഴിക്കണം. എല്ലാവർക്കും ഹാപ്പിയല്ലേ? അല്ല, എല്ലാരും വാച്ചിന് വേണ്ടി ദുആ ചെയ്യാം. നമ്മളൊരു പീസിന് എടുത്ത് കുറച്ച് റൈസൊക്കെ ഇട്ട് ഇതൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ. കുറച്ച് മയോണൈസ് കൊടുത്തിട്ട് അപ്പോൾ വില ഇരിക്കുന്നവരൊക്കെ ഒരു മന്തി ഒന്ന് ട്രൈ ആക്കാം. മയ മന്തി ഒരേ മൂടാണ്, അഫ്ഗാനി പൊളി മൂട്. ഞാൻ
എടീച്ച് ഉറങ്ങിയോ? ഞാൻ മന്തി കഴിച്ചുകൊണ്ടിരിക്കാണ്. ഞാൻ ഇനി മന്തി കഴിച്ചിട്ട് വരട്ടാ. മന്തി കഴിച്ചിട്ട് വരാം. ഇതെന്നാ കുറച്ചു നേരം കിടന്നോ? ഞാൻ ചിലപ്പോൾ എൻ്റെ ചെങ്ങായിൻ്റെ ഇവിടെ കമ്പനിച്ചേരിക്ക് വന്നു എന്നോട് പഠിച്ചിട്ടൊക്കെ വരുള്ളൂ. അത് ഉറങ്ങി കേട്ടോ. ഉറങ്ങിൻ്റെ ശേഷം വരാം. ഗൈസ് വാജിൻ്റെ പെരയിലെ ഫുഡുണ്ട് അത്ര. ഇത് കേറ്റൻ്റെ ഒരു വാജിദേ. വാജിദാണ് നമ്മളെ എഡിറ്റർ, വ്ളോഗിൻ്റെ എഡിറ്റർ വാജിദാണ്. അപ്ലോഡ് ചെയ്യാനാവോ? കളി കണ്ടാണ് ഇവിടെ എന്താ മച്ചാൻ പിന്നെ ഫോൺ എടുത്തു, വീണ്ടും വെച്ചു. മൈനസ് കൊടുത്തു, ഉപ്പ് ഫോൺ എടുക്കും. എടീ ഉറങ്ങല്ലേ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോവാൻ. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാണ്, നമുക്ക് ഒപ്പം കഴിക്കാം. വീഡിയോ കോൾ ഞാൻ ചെയ്യുന്നുണ്ടോ? താരുടെ കരങ്ങൾ കുടിക്കുവോ? എല്ലാവരും മെസ്സേജിന് ശേഷം ഡാനിഷ് കാണുന്നു സീരിയൽ കുങ്കുമപ്പൂവ്. ഏതാണ്? ചന്ദനമഴ. ഇത് നോക്കേ അടച്ചോനെ ഉണ്ടാവില്ല എത്ര. പെപ്സി ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഞാന് എത്തത് എത്ര പേ ഡാനിഷ് ഏതാണ് പരസ്പരം തമ്മിൽ എന്തപ്പാ എൻ്റെ ഒരു മൈൻഡ്. ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ വൈബ് വെച്ച് പോയി. ഇവിടെ ഇത്രയും ആൾക്കാർ നമ്മളെ സംസാരിച്ച് കഴിക്കുമ്പോൾ ഓനവിടെ കമ്മത്താൻ പറഞ്ഞാണ്ട്. അല്ല അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചേ, മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും ഈ ഫോൺ കിട്ടാതെ ഫുഡ് ഇറങ്ങൂല അല്ലേ? അങ്ങനത്തെ കുറേ കുട്ടികൾ ചെറുക്കെ എന്താ ഓരെ കുറിച്ച് എന്താ പറയാ? അത്ര എന്താടാ ഇതൊന്നും ഇത്ര നല്ല പ്രവണതയല്ല. അതൊരു ചെറിയ കുട്ടികൾ ഒരിക്കലും ഇത് അനുകരിക്കാൻ പാടില്ല. എന്താ ക്യാമറമാൻ പറയാല്ലേ? അല്ല അത് വലുതായി കഴിഞ്ഞാൽ ശീലം മാറൂല. പിന്നെ ഫോണിക്ക് നോക്കാതെ ഫുഡ് ഇറങ്ങൂല കുട്ടികൾക്കൊന്നും. സംഭവം കുട്ടികളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ കൊടുക്കാം. പക്ഷേ അത് ചെയ്യാതിരിക്കാം. കുട്ടികളുടെ അടുത്ത് നിന്നൊക്കെ മാക്സിമം ഫോൺ ഒഴിവാക്കാം. കുറേ കേസസ് ഉണ്ട്. നമ്മളൊക്കെ കണ്ടോ ചില്ലടിച്ചിട്ടാണ് കഴിക്കുന്നത്. അതെ, കുറേ കേസസ് ഉണ്ട്. ഈ കുട്ടികൾക്ക് കണ്ണ് പോണത്, അത് ചെവി പോണത്, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഫോൺ യൂസ് കൊണ്ടൊക്കെ കുറേ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അല്ല നമ്മൾ വ്ളോഗ് കാണുന്നവർക്ക് എന്താ പറയാ, എന്തെങ്കിലും ഒരു ഉപകാരപ്പെട്ട സാധനം വേണം. പ്രചോദനം. അപ്പൊ ബില്ല് വന്നേക്കണോ എന്ന് ചോദിച്ചോക്കാ. വാജിയ എത്ര ബില്ലേ? അത് ഡീലാക്കിയാളോ? അത് വാജിനുള്ളൂ. ഗ്രാജുവേഷൻ ട്രീറ്റ്. പഠിത്തമൊന്നുമില്ല, പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇനി കമ്പനിക്ക് നാളെ
കമ്പൻസറി നാളെ ആവാം. ബിലാലൊക്കെ ഉണ്ട് കുളിച്ചേക്കണോ മന്തിയില്, മുടിമലൊക്കെ നോക്കി നോക്കിയാ ബിലാൽ നോക്കിയാ എന്താ ഇതിനൊക്കെ പറയാ. മന്തി എന്ന് കണ്ടാണ് ഒരു കമ്പനി സ്റ്റഡി പഠിച്ചാൽ തന്നെ നോക്കാം അവര്. കമ്പൻസറിക്ക് പോകണ്ടല്ലേ അടിച്ചിട്ട് ഒരു 12 മണിക്ക് ഇരിക്കാം, 6 മണിയാവുമ്പോ നീച്ചു പോയി. 11 മണിക്ക് ഇരിക്കല്ല, 11 മണിക്ക് കിടക്കാം. കോഴിക്കോടും സ്വകാര്യം പറഞ്ഞു എവിടെക്കോ പോകാൻ പറ്റില്ല. അല്ലെങ്കിലോ ഫേമസ് അല്ലേ, ഫേമസ് ആക്കി ഈ മന്തി മുമ്പ് പാടാൻ പറ്റിയൊരു പാട്ട് ഏതാ? ജിന്ദഗി സഫർ ജമാന കമന്റ് ബോക്സിൽ ഫുള്ള് ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട പയ്യൻ, പെപ്സി കുടിക്കുന്ന ബ്ലാക്ക് ടീഷർട്ട് ഇട്ട പയ്യൻ, ഭയങ്കരക്കാരൻ. രണ്ടെണ്ണം കുപ്പായ കോട്ട ഏച്ചയുടെ കൊട്ട കാശിത്താനെ ഓടാ. എന്റെ കുട്ടി കുറച്ച് പെപ്സി കുടിച്ചാണ്. ലൈമ് വേണ്ട, ലൈമ് കിട്ടിയിട്ടില്ല. ലൈമാണുള്ളത്. ഇവന്മാരൊക്കെ എപ്പോഴാ പോവാ, അങ്ങോട്ട് വേണം ഓൾക്കൊന്ന് വിളിച്ചാല്. ആ ചെക്കൻ കമ്പനിയിലേക്ക് വന്നേക്കണേ. എന്താ ഇപ്പൊ കട്ടപ്പനപ്പം എങ്ങനെയാലും ഒഴിവാക്കണല്ലോ. ഓനാണെങ്കിൽ നല്ല തീറ്റല്ലോ, ഓനവിടെ ഉറക്കിയാലോ. ചെന്നൈയിൽ വരില്ല, ചെന്നൈയിൽ കയറൂല. ചെന്നൈ കയറണം, എന്നിട്ട് ചെന്നൈ ബാംഗ്ലൂർ ഇന്നാളെ കളി ചെയ്യണം. മറ്റേ ലൈമ് കുടിച്ചാൽ വന്നല്ലേ ഞാൻ ഏടാ ഇതാണ് കേട്ടോ. ഞാൻ ചവിട്ടതൊക്കെ ഇടണോ, മെമ്മറിയാണ്. പൈസ ഇടണല്ലോ. അത് ഓനക്ക് വാജിത്, ഓന്റെ ചെലവാണ്. എന്തൊക്കെ ഇതിന് കേൾക്കണ്ട, ഇതാണ് തിന്നതിനുള്ള അവസ്ഥ. റബി ഇയ്യ തുടച്ച രജപത്തെ കാട്ടി മുട്ട ഞാൻ മുട്ട തരും. വന്നാണോ അവിടെ കീസി കഴിച്ച മയോണൈസ് ബാക്കി എന്തൊക്കെ ഇവരൊക്കെ പറയണേ. കൊടുക്കേ എന്താ വെച്ചാ പറയട്ടെ. ചെലവ് കൊടുക്കേ വീഡിയോ ഫുള്ളാണ്. കൊടുത്തതിന് ശേഷം എന്റെ പൈസ അണ്ടി കിട്ടുകണല്ലോ, എന്റെ പൈസ അണ്ടി കിട്ടുകയാണ്. അത് അയച്ചു കൊടുത്താ ചെക്കൻ്റെ ഒക്കെ പൈസ ഇല്ല, പാളിക്കണോ. ഞാൻ പറയുമ്പോളേ ഇവിടെ ഡോറുണ്ട്, പോയി പാത്രം കഴിക്കാം. പൈസ കൊടുക്കില്ല. പാത്രം കഴിക്കാൻ കൊണ്ടുപോകണേ, പാത്രം കഴിക്കാൻ കൊണ്ടുപോകണം. ഞാർക്ക് ലൈം പിടിച്ചാൽ വന്ന് എന്നെ ആ ഡോറ് കൂടെ പോയാലേ, ആ ഡോറ് കൂടെ പോയാൽ പാത്രം കഴിക്കാം. ഒരു ലൈം പിടിച്ച് പോകണ്ടേ. നിങ്ങക്ക് 10-20 കിലോമീറ്റർ ഓടണം അങ്ങോട്ട്. ഓടിയിട്ട് 10 കിലോമീറ്റർ തടിക്കണ്ട് കുറേ ഓടിയിട്ട്
എങ്ങനെ കൊറയാ മാവേലിക്കളി ഉണ്ട് എങ്ങനെ കൊറയാ അച്ഛൻ പറ എങ്ങനെ കൊറയാ നല്ല വൃത്തി സാധനം ഇഞ്ചി കിട്ടോ. അപ്പൊ ഗൈസ് ഫൈനലി അപ്പോൾ ഗൈസ് ഇന്ന് മന്തി ഒന്നും തിന്നരുതെന്നില്ല മൈൻഡിൽ വന്നേനി. പെരയിൽ ഫുഡുണ്ട്. അപ്പോൾ ഒരു ലൈമ് കുടിച്ച് പോകാന്നില്ല മൈൻഡിൽ വന്നേ. ഈ നായി ബ്ലോഗ് ആയതൊന്നും പറഞ്ഞു. അപ്പോ ഇന്നത്തെ വ്ളോഗ് അത്ര ഉള്ളൂ. ഇന്നൊരു ചെറിയ വ്ളോഗാണ് ഒരു മന്തി വ്ളോഗ്. അതിനുള്ള രണ്ടാമത്തെ കൗസർ മന്തിയാണ് നമ്മളെ കോട്ടക്കൽ ചെങ്കൊട്ടിയാണ് സ്ഥലം. അപ്പോൾ വേണ്ടവരൊക്കെ വന്ന് ട്രൈ ആക്കാം. പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതൊരു ഷോർട്ട് വ്ളോഗേനു. ഇതിനുള്ള ക്ഷീണമൊക്കെ മുമ്പത്തെ വ്ളോഗിൽ തീർന്നതാണ്. 40 വന്നു. അത് ഒന്നും ഒഴിവാക്കാനില്ല, അതാണ് ടെസ്റ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. ആ വ്ളോഗ് കാണാം, ഈ വ്ളോഗ് കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് ഫുൾ പ്രാണിയായി ഗൈസ്. പ്രാണിയൊക്കെ കയറാൻ തുടങ്ങി. അപ്പോൾ ഇത് ഫ്ലാഷ് ഓൺ ഒക്കെ വെച്ചാൽ അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടായാലും കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മളൊക്കെ സെറ്റ് ചെയ്യും. കമന്റ് ഓക്കെ അല്ലേ? കമന്റ് ഡബനാണ് വേങ്ങരക്കാരൻ. അതെ, വേങ്ങരക്കാരൻ. ഓക്കെ, ഇവിടെ ഓക്കെ, ബൈ ബൈ. ഓക്കെ ബൈ. അപ്പോൾ ഞാൻ പോട്ടെ, എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ബൈ ബൈ ബൈ. ഇയാളത് അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു സർപ്രൈസ് ഉണ്ട്. റണ്ണിങ്ങിൽ തീ വരൂ. റണ്ണിങ്ങിൽ നോക്കാം. സെറ്റാണ്. തീ കണ്ടിട്ട് പെരി പോയി കത്തിച്ചോ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ 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 ബൈ. അപ്പൊ അടുത്ത വ്ളോഗിലെ കാണാം.